മലപ്പുറം മുൻ SP സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. സസ്പെൻഷൻ കാലാവധി 6 മാസം പിന്നിട്ടതോടെയാണ് പിൻവലിച്ചത്. കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് സുജിത് ദാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ സുജിത് ദാസിന് പുതിയ പോസ്റ്റിംഗ് നൽകിയിട്ടില്ല. PV അൻവറിന്റെ വെളിപ്പെടുത്തലിലായിരുന്നു സസ്പെൻഷൻ. ആനന്ദകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ആനന്ദൻ, ഈ നടപടികൾ എത്രത്തോളം വിവാദമായതിനെ തുടർന്നാണ് കാര്യങ്ങൾ ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. ഉത്തരവ് പുറത്തിറങ്ങിയോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ സുജിത് ദാസ് റിപ്പോർട്ട് ചെയ്തു എന്നും പറയുന്നല്ലോ, അപ്പോൾ ഉത്തരവ് എന്തായാലും ഇറങ്ങിയിട്ടുണ്ടാവും. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, മലപ്പുറം മുൻ SP സുജിത് ദാസ് IPS വീണ്ടും സർവീസിൽ പ്രവേശിച്ചിരിക്കുന്നു. സസ്പെൻഷൻ കാലാവധി 6 മാസം പൂർത്തിയായതിനെ തുടർന്നാണ് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ മോത്തി സൂചിപ്പിച്ചതുപോലെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അതീവ രഹസ്യമായിട്ടാണ് സുജിത് ദാസിനെ തിരിച്ചെടുത്തുകൊണ്ടുള്ള നടപടികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് അധികം ഉദ്യോഗസ്ഥർക്കൊന്നും സർക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സുജിത് ദാസിന്റെ തിരിച്ചെടുത്ത നടപടി അതൊരു രഹസ്യ സ്വഭാവത്തോടെയാണ് സർക്കാർ സൂക്ഷിച്ചതെന്ന് സൂചനയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുജിത് ദാസ് പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. സുജിത് ദാസ് നിലവിൽ പോസ്റ്റിംഗ് ഒന്നും നൽകിയിട്ടില്ല. സർവീസിൽ തിരിച്ചെടുത്തു എന്നുള്ള നടപടി മാത്രമേ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ. അതേസമയം സുജിത് ദാസിനെതിരായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ തുടരുകയും ചെയ്യുന്നുണ്ട്. PV അൻവർ MLA-യുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത്. സുജിത് ദാസിന്റെ ശബ്ദരേഖ അടക്കം PV അൻവർ MLA പുറത്തുവിട്ടിരുന്നു. സുജിത് ദാസിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി MR അജിത് കുമാറിനൊപ്പം ബന്ധമുണ്ട് എന്നുള്ള ആരോപണം PV അൻവർ ഉന്നയിച്ചിരുന്നു. അതുകൂടാതെ മലപ്പുറം SP ഓഫീസ് കോമ്പൗണ്ടിൽ SP-യുടെ ക്യാമ്പ് ഓഫീസ് കോമ്പൗണ്ടിലെ മരമുറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലും സുജിത് ദാസ് അകപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അന്വേഷണം തുടരുകയാണ്. പക്ഷേ അന്വേഷണം തുടരുന്നത് ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്നതിന്റെ ഒരു തടസ്സമല്ല. ഏതായാലും സാധാരണ നടപടിക്രമം എന്ന നിലയിൽ തന്നെയാണ് സുജിത് ദാസിനെ തിരിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ സുജിത് ദാസിന് ഇനി എന്ത് പോസ്റ്റാണ് സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. മോദി. ശരി, അനന്തൻ.